ഇനിയിപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നിതിൻ സേവ്യർ ചേരുകയാണ്. നിതിനപ്പോൾ തിരക്ക് ഓരോ മിനിറ്റിലും ഓരോ നിമിഷവും തിരക്ക് കൂടി വരികയാണല്ലേ ആലുവയിൽ? തീർച്ചയായും ഷിഹാസ്, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് ഓരോ നിമിഷവും ഈ തിരക്കിങ്ങനെ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. രാവിലെ പുലർച്ചെ 2 മണി മുതൽ ആണ് ഇവിടെ ബലിയർപ്പിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓരോ നിമിഷവും ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. പ്രത്യേകിച്ച് 80ഓളം ബലിപ്പുരകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ബലിപ്പുരകളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ബലിയർപ്പിക്കാൻ ഈ ആലുവ മണപ്പുറത്തിനോട് ചേർന്ന് പെരിയാറിൻ്റെ തീരത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ഒക്കെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ കർക്കിടക വാവ് ദിനത്തിൽ ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തിയും ഒപ്പം തൃപ്തിയുമൊക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പൂർവികരെയൊക്കെ തന്നെ ഓർക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുമെന്നുള്ള വിശ്വാസവും ഒക്കെ തന്നെ ആളുകൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഇങ്ങോട്ടേക്ക് വരുന്നവരൊക്കെ തന്നെയുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വലിയ മഴയൊക്കെ പെയ്തപ്പോൾ ഇവിടെ ആലുവയിലെ പെരിയാറിലെ വെള്ളം ഉയർന്ന് ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബലിതർപ്പണം അടക്കമുള്ള ഈ ചടങ്ങുകളൊക്കെ തന്നെ പ്രതിസന്ധിയിലാകുമോ അല്ലെങ്കിൽ നടക്കുമോ എന്ന തരത്തിലുള്ളൊക്കെ തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി മഴ മാറി നിൽക്കുകയും ഈ ക്ഷേത്രത്തിലെ വെള്ളം പൂർണ്ണമായി ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അടക്കം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം അടക്കം ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇങ്ങോട്ടേക്ക് വരാനും പോകാനും KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. മെട്രോ അധിക സർവീസുകൾ രാവിലെ പുലർച്ചെയും രാത്രി വൈകിയും ഒക്കെ തന്നെ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനായി 80ഓളം ബലിപ്പുരകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ഇവിടെ എത്തി അവർക്ക് ആവശ്യമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട്. പെരിയാറിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളമുയരുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിനെ നേരിടാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് കുടിവെള്ളവും ഭക്ഷണവും ഒക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 DYSPമാരുടെ നേതൃത്വത്തിൽ 450-ലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഒപ്പം മഫ്തിയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലുണ്ട്. കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അധിക പോലീസ് പെട്രോൾ സംഘവും ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. 25ഓളം ഫയർഫോഴ്സിന്റെ അധിക യൂണിറ്റുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ക്രമീകരണങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ആലുവ മണപ്പുറത്തും ഒരുക്കിയിരിക്കുന്നത്.